നമ്മുടെ കേരളത്തിൽ ഭയങ്കര മഴയെ കാരണം അല്ലെങ്കിൽ ആവശ്യമുള്ള നേരത്തിൽ മഴ പെയ്യില്ല. ഓക്കെ, സോ ഞാൻ പറയാൻ വന്നത് ഈ മഴക്കാലത്ത് ഈ തുണിയൊക്കെ ഉണങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ഈ കാണുന്ന വാഷിംഗ് മെഷീൻ ഇട്ട് ഉണക്കിയാലും മുഴുവനായിട്ട് ഉണങ്ങില്ല. സോ കേരളത്തിലുള്ള ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരുടെയും പ്രശ്നം ഈ ഡ്രസ്സ് ഒന്നും ഉണങ്ങി കിട്ടാതെ തന്നെയാണ്. സോ നിങ്ങളുടെ വിഷമം ഞാൻ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ ഉണക്കാനായിട്ട് അത് മഴക്കാലത്ത് ഉണക്കാനായിട്ട് ഒരു കിടിലം പ്രൊഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതും ആമസോണിൽ നിന്ന്. സോ കാണിച്ചു തരാം. നമ്മൾ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ കിടിലം പ്രൊഡക്ട്സിന്റെ വീഡിയോസ് ഒക്കെ കാണാനായിട്ട് ഇപ്പൊ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതിന് ചാനൽ സബ്സ്ക്രൈബും ഫോളോയും ചെയ്ത് വെച്ചോ. ഗൈസ്, അപ്പോൾ നമ്മുടെ കൊറിയർ വന്നിട്ടുണ്ട്. സോ എവിടെയാണ്? അതെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. സോ മഴക്കാലത്ത് ഡ്രസ്സ് ഉണക്കാനായിട്ട് ഇതേ ഞാൻ വാങ്ങിച്ചൊരു പ്രൊഡക്റ്റ് ആണ് ഈ കാണുന്നത്. പുറത്തേക്ക് എടുക്കാം. നെക്സ്റ്റ് ഏത് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങണമെന്നുള്ളത് കമന്റിൽ ഇപ്പൊ തന്നെ പറഞ്ഞോളൂ. ഗൈസ്, ഇവനാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് പോർട്ടബിൾ ഡ്രൈയിങ് മെഷീൻ. ഇതാണ് ബോക്സും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. സാധാരണ ഒരു ബോക്സ് ആണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാവ്, ഇതാണ് ഇതിന്റെ മെഷീൻ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരു ഐറ്റം വന്നിട്ടുണ്ട്. സോ ഇതാണ് നമ്മൾ പ്രൊഡക്റ്റ് നോക്കുന്നത്. സോ ഇത് നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റും എവിടെയെങ്കിലും. സോ ഇത് കണക്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ എത്ര മണിക്കൂർ നമുക്ക് ഇത് ഹീറ്റ് ആക്കണം എന്നുള്ളത് അതും കാണാൻ പറ്റും. ഇതാണ് ആ ഹീറ്റിംഗ് കോയിൽ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ഡ്രസ്സൊക്കെ ഉണക്കുന്നത്. സോ കൂടെ വന്നിരിക്കുന്ന ഈ ഒരു സംഭവം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സൊക്കെ ഉള്ളിൽ ഇട്ട് ചെയ്യാനാണ്. കണ്ടോ, എലാസ്റ്റിക് പോലെയാണ്. ഇതിന്റെ അടിഭാഗത്തായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കണം. നമ്മുടെ ഈ ഒരു മെഷീൻ ഇതേപോലെ എവിടെയെങ്കിലും ഹാങ് ചെയ്തിടണം. ഇതിന് ശേഷം ജസ്റ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുക. ഉൾഭാഗം ഇതുപോലെയാണ് കാണാനായിട്ട് ഐറ്റം. ഇതാണ്ടോ, ഇത് ഇടയ്ക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഡ്രസ്സൊക്കെ ഹാങ് ചെയ്തിടാനായിട്ടുള്ള ഒരു സംഭവം കിട്ടും. ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇടാൻ പോകുന്നത് ഈ ഒരു ടവിലാണ്. ഒരു നനവ് കാണാൻ പറ്റും. നനവൊന്നുമില്ല, ഫുള്ള് ഇപ്പോൾ ഉണങ്ങിയിരിക്കുകയാണ്. നമ്മൾ നനച്ചിട്ട് നമ്മൾ ഉണക്കാൻ പോവാണ്. ഒന്നും കൂടെ കാണാൻ പറ്റും. അത്യാവശ്യം നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണോ അലക്കിയെടുക്കുന്നത് അതുപോലെ ആയിട്ടുണ്ട് നമ്മുടെ മെഷീൻ. സോ ഇതിൻ്റെ ഉള്ളിൽ നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കണം. ഇത് സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ നമുക്കിത് ജസ്റ്റ് അടയ്ക്കാം. ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ പവർ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇവിടെ 1 hour ആയിട്ടുണ്ട്. നമുക്ക് ടൈം മാറ്റണമെങ്കിൽ കണ്ടാ എത്ര നേരം വെക്കണം എന്നുള്ളത് ടൈം മാറ്റാൻ പറ്റും. സോ ഞാൻ ജസ്റ്റ് ഒരു 1 hour ആണ് വെച്ചേക്കുന്നത്. 1 hourന്റെ ഉള്ളിൽ നമ്മുടെ ആ ഒരു തുണി ഉണങ്ങി വരുന്ന നോക്കാം. നോക്ക്, ഹെയർ വന്നിട്ട് വീർത്തിക്കണണ്ട. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിട്ടുണ്ട്. സോ നമ്മുടെ തുണി ഉണങ്ങിയെന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ തുണി ഇതേക്ക് എടുക്കണ്. സൂപ്പറായിട്ട് ഉണങ്ങിയാണ്ടാ, നല്ല കിഡിലായിട്ട്. വിഷയ ഐറ്റം അടിപൊളിയായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. എല്ലാ മുക്കും മൂലയും ഒക്കെ ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട് 1 മണിക്കൂറിനുള്ളിൽ. ഏകദേശം 3 ഷർട്ടും 3 ബനിയനൊക്കെ നിങ്ങൾക്ക് അറ്റ് ടൈം അതിൻ്റെ ഉള്ളിൽ ഇട്ട് ഉണക്കാൻ പറ്റുന്നതാണ്. സോ ഇത് ഉണങ്ങാനായിട്ട് 1 hour എടുത്തു. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 hours ഒക്കെ ഇട്ടിട്ട് സംഭവം ഉണക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഒരിക്കലും പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പ്രൊഡക്റ്റ് ആക്കി ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്.